നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. ഒല്ലൂരിൽ കോൺഗ്രസ് പ്രവർത്തകർ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. വയനാട് ദുരിതാശ്വാസ ഫണ്ട് കേന്ദ്ര സംസ്ഥാന നടപടികൾക്കെതിരെ കോൺഗ്രസ് പാണഞ്ചേരി മണ്ഡലം കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു. വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് കർഷക ജനതയെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തുന്ന പാർലമെന്റ് മാർച്ചിന് കേരള കർഷക സംഘം ജില്ലാ കമ്മിറ്റി പട്ടിക്കാട് സെന്ററിൽ സ്വീകരണം നൽകി. അമല ഡേ കെയർ ഓങ്കോളജി സെന്റർ സെപ്റ്റംബർ 20-ന് മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്യും. വിശദമായ വാർത്തകളിലേക്ക്. കേരളം കൊള്ളയടിക്കുന്നവരായി ഇടതുപക്ഷം മാറിയെന്ന് മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഒല്ലൂരിൽ കോൺഗ്രസ് പ്രവർത്തകർ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജോസ് വള്ളൂർ. ഒല്ലൂരിലെ വില്ലേജ് ഓഫീസ് തൽസ്ഥാനത്ത് നിലനിർത്തുക, പ്രളയക്കെടുതികൾക്ക് നഷ്ടപരിഹാരം ഉടൻ നൽകുക, ഒല്ലൂരിലെ കോളേജിന് സ്വന്തം സ്ഥലവും കെട്ടിടവും നിർമ്മിക്കുക, ഒല്ലൂരിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, പെൻഷൻ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക, വയനാട്ടിലെ ദുരന്തത്തിന്റെ യഥാർത്ഥ കണക്ക് പുറത്തുവിടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഒല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒല്ലൂർ വില്ലേജ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. ഈ സർക്കാരിന്റെ ദുർഭരണം അവസാനിപ്പിക്കാനുള്ള അന്തിമ ശ്രമത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി തയ്യാറെടുക്കുകയാണെന്നും ജനോപകാരപ്രദമായ ഒരു പദ്ധതിയും നടപ്പാക്കാതെയും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാതെയും ജനങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഇടതുപക്ഷത്തിന്റെ ഭരണം അവസാനിപ്പിക്കാൻ അതിശക്തമായ മുന്നേറ്റങ്ങളുമായി കോൺഗ്രസ് തിരിച്ചുവരുമെന്നും പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത ജോസ് വള്ളൂർ പറഞ്ഞു. ഒല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ഡേവിസ് ചക്കാലയ്ക്കൽ അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി ജെയ്ജു സെബാസ്റ്റ്യൻ മുഖ്യപ്രഭാഷണം നടത്തി. ഒല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് റിസൻ വർഗീസ്, DCC മെമ്പർ സനോജ് കാട്ടുകാരൻ, ഫ്രാങ്കോ തൃക്കൂക്കാരൻ, EV സുനിൽ രാജ്, നിമ്മി റപ്പായി തുടങ്ങി പ്രവർത്തകർ നേതൃത്വം നൽകി. പ്രതിഷേധത്തിന്റെ ഭാഗമായി റവന്യൂ വകുപ്പ് മന്ത്രി K രാജന്റെ കോലം കത്തിച്ചു. ഒല്ലൂർ CI TP ഫർഷാദിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തുണ്ടായിരുന്നു. വയനാട് ജില്ല ചൂരൽമലയും മടിക്കയും ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ മാറിയപ്പോ നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചു, ഇങ്ങനെ ഒരു ദുരന്തം ഇനി ഉണ്ടാകരുത്, ഇതുപോലൊരു ദുരന്തം ഇനി ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മളൊക്കെ പ്രാർത്ഥിച്ചതാ. കഴിയാവുന്ന സഹായങ്ങളൊക്കെ നമ്മളെല്ലാവരും ചെയ്തു. കേരളത്തിലെ എന്നല്ല, ഇന്ത്യയിലെ ഒട്ടുമുക്കാൽ സ്ഥലങ്ങളിലെയും മലയാളികൾ, മറ്റ് സംസ്ഥാനങ്ങളിലെ മനുഷ്യർ, ഒരുപാട് ആളുകൾ ഒരുപാട് സഹായമാണ് വയനാടിന് ചെയ്തത്. ആ സഹായങ്ങളൊക്കെ കൈപ്പറ്റിയ സർക്കാർ ഇപ്പോൾ പുറത്തു വന്ന കണക്കുകൾ എന്താ പറയുന്നത്? ഒരു മൃതശരീരം സംസ്കരിക്കാൻ 75,000 രൂപയാണ് ചെലവ് എന്ന് പറയുന്നു. നമ്മൾ കണ്ടില്ലേ TV-യിൽ? 30-40 കുഴികളെടുത്ത് മൃഗങ്ങൾ ചത്താൽ ഇതിനേക്കാൾ ഭംഗിയായി നമ്മൾ അവരെ കുഴിച്ചിടും. അതിനേക്കാൾ മോശമായി മനുഷ്യ ശരീരം കൂട്ടിയിട്ട് കുഴിയിലേക്ക് ഇടുന്നത്, അതും മനുഷ്യ ശരീരം പൂർണ്ണമായി കിട്ടാത്ത എത്രയോ ശവശരീരങ്ങൾ, കൈയില്ലാത്തത്, കാലില്ലാത്തത്, തലയില്ലാത്തത് നമുക്ക് ഓർക്കാൻ പോലും കഴിയില്ല. അത്തരം മനുഷ്യ ശരീരങ്ങളൊക്കെ കൂട്ടിയിട്ട് ആ കുഴിയിലിട്ട് മൂടുന്നതിന് ഒരു മനുഷ്യ ശരീരം സംസ്കരിക്കാൻ 75,000 രൂപ ഈ സർക്കാർ ചെലവ് ചെയ്തു എന്ന് പറയുമ്പോ ഇതുപോലെ ഒരു അഴിമതി നടത്താൻ പിണറായി വിജയൻ അല്ലാതെ, മന്ത്രി രാജനല്ലാതെ, ഇടതുപക്ഷ സർക്കാരിനല്ലാതെ, മാർഷറ്റ് പാർട്ടിക്കല്ലാതെ ആർക്ക് സാധിക്കും? എന്തൊരു ഗതികേടാണ് പ്രിയമുള്ളവരെ. കേരളം കൊള്ളയടിക്കുന്നവരായി കേരളത്തിലെ മാർഷറ്റ് പാർട്ടി മാറുമ്പോ, കേരളത്തിലെ സർക്കാർ മാറുമ്പോ, ഈ സർക്കാരിന്റെ ദുർഭരണം അവസാനിപ്പിക്കാനുള്ള ഒരു അന്തിമ സമരത്തിലേക്ക് ജനാധിപത്യ വിശ്വാസികൾ തയ്യാറെടുക്കുകയാണ്. ഈ സർക്കാരിന്റെ ഭരണം അവസാനിപ്പിക്കണം, ഈ സർക്കാരിന്റെ ദുർഭരണം അവസാനിപ്പിക്കണം. ജനോപകാരപ്രദമായ ഒരു പദ്ധതി പോലും പ്രഖ്യാപിക്കാൻ തയ്യാറാകാതെ, ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാതെ, ജനങ്ങളെ ഇല്ലാതാക്കാൻ തീരുമാനിച്ച, ജനജീവിതം സ്തംഭിപ്പിക്കാൻ തീരുമാനിച്ച, കേരളം കൊള്ളയടിക്കാൻ തീരുമാനിച്ച ഈ കപട കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികളുടെ ഭരണം അവസാനിപ്പിക്കാൻ അതിശക്തമായ മുന്നേറ്റങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകണമെന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വയനാട് ദുരിതാശ്വാസ ഫണ്ട് കേന്ദ്ര സംസ്ഥാന നടപടികൾക്കെതിരെ കോൺഗ്രസ് പാണഞ്ചേരി മണ്ഡലം കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു.
വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കള്ളക്കണക്കിലൂടെ ഫണ്ട് തട്ടിപ്പും ദുരുപയോഗവും നടത്തുന്ന LDF സർക്കാരിന്റെയും ദുരന്തബാധിതർക്ക് അടിയന്തര സാമ്പത്തിക സഹായം നൽകുന്നതിൽ അലംഭാവം കാട്ടുന്ന കേന്ദ്ര സർക്കാരിന്റെയും നടപടിയിൽ പാണഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. DCC എക്സിക്യൂട്ടീവ് മെമ്പർ KC അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KP ചാക്കോച്ചൻ അധ്യക്ഷനായി. ഹൈക്കോടതി വിധിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കണക്കുകൾ വയനാട് ദുരിതാശ്വാസ പ്രവർത്തനത്തിന്റെ വിശ്വാസ്യത തകർത്തിരിക്കുകയാണ്. കേന്ദ്രത്തിന് നൽകിയ മെമ്മോറാണ്ടം തയ്യാറാക്കിയത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയാണോ അതോ റവന്യൂ വകുപ്പാണോ എന്നത് റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ വ്യക്തമാക്കണമെന്ന് KC അഭിലാഷ് ഉദ്ഘാടന പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു. KPCC അംഗം ലീലാമ തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് നേതാക്കളായ ബാബു തോമസ്, ഷിബു പോൾ, KM പൗലോസ്, റെജി പാണംകുടിയിൽ, ഷൈജു കുര്യൻ, CS ശ്രീജു, ബാബു പാണംകുടി, MA മൊയ്തീൻകുട്ടി, അനിൽ നാരായണൻ, ഷിബു പീറ്റർ, സജി ആൻഡ്രൂസ്, ഓമ ശങ്കർ എന്നിവർ നേതൃത്വം നൽകി. വന്യജീവി ആക്രമണത്തിൽ നിന്നും കർഷക ജനതയെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സെപ്റ്റംബർ 25 നടത്തുന്ന പാർലമെന്റ് മാർച്ചിന് മുന്നോടിയായി കേരള കർഷക സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടിക്കാട് സെന്ററിൽ സ്വീകരണം നൽകി. സംഘാടക സമിതി ചെയർമാൻ മാത്യു നയനാൻ അധ്യക്ഷനായി. AS കുട്ടി, TR വർഗീസ് മാസ്റ്റർ, രാമകൃഷ്ണൻ, MM അവറാച്ചൻ എന്നിവർ സംസാരിച്ചു. PV സുദേവൻ, വിൽസൺ ചെമ്പനാലിൽ, EM വർഗീസ്, PJ അജി എന്നിവർ നേതൃത്വം നൽകി. മംഗള അസോസിയേഷൻ ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി സംഘം സാമ്പത്തിക സഹായത്തിൽ CPM പാണഞ്ചേരി ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി സംഘവും മാത്തുവിലേന, മണ്ണുത്തി മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി S രാമദാസൻ, ഒല്ലൂക്കര മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് ഗോപാലകൃഷ്ണൻ. സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് അഭിവാദ്യങ്ങൾ 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 സഖാക്കൾക്ക് അഭിവാദ്യങ്ങൾ സഖാക്കൾക്ക് അഭിവാദ്യങ്ങൾ. പാർലമെന്റ് ധർണ അല്ലെങ്കിൽ മാർച്ച് ഇവിടെ സൂചിപ്പിക്കുന്ന വിഷയം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മാർച്ച് സൂചിപ്പിച്ചത് തന്നെയാണ്. 1972 കേന്ദ്ര വന നിയമത്തിൽ അതിൻ്റെ 62ാം വകുപ്പിൽ വരുത്തേണ്ട മാറ്റമാണ് നമ്മുടെ കേരള സർക്കാർ അത്തരമൊരു പ്രമേയം പാസ്സാക്കിയിട്ടും കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിക്കാതിരിക്കുന്നു. 62ാം വകുപ്പ് മൃഗങ്ങളുടെ ഷെഡ്യൂളുകളാണ്. 1 മുതൽ 5 വരെയുള്ള ഷെഡ്യൂളിലായിട്ടാണ് കേരളത്തിലെ വന്യമൃഗങ്ങളെ നിർവചിച്ചിട്ടുള്ളത്. അതിൽ ആന, പുലി അങ്ങനെ തുടങ്ങിയിട്ടുള്ള വംശനാശം നേരിടുന്നു എന്ന് അവർ പറയുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ അതിൻ്റെ സംരക്ഷണം, പിന്നെ അത് കൂടുതൽ കരുതൽ വേണ്ടത്. ഒല്ലൂർ ബ്ലോക്ക് സംഗമത്തിന്റെയും മാന്നാമംഗലം ക്ഷീരോത്പാദക സംഘത്തിന്റെയും 60ാം വാർഷികം സംഘാടക സമിതി രൂപീകരിച്ചു. ഒല്ലൂക്കര ബ്ലോക്ക് സംഗമം 2024 സെപ്റ്റംബർ 30, ഒക്ടോബർ 1, 2, 3, 4, 5 തീയതികളിൽ മാന്നാമംഗലം ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ നടത്തും. മാന്നാമംഗലം ക്ഷീരസംഘം സ്ഥാപിതമായതിന്റെ 60ാം വാർഷികവും ഇതോടൊപ്പം സംഘടിപ്പിക്കും. മാന്നാമംഗലം ക്ഷീരസംഘം ഹാളിൽ ചേർന്ന സംഘാടക സമിതി യോഗത്തിൽ ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി അധ്യക്ഷത വഹിച്ചു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS ബാബു, മാന്നാമംഗലം ക്ഷീരസംഘം പ്രസിഡന്റ് ജോർജ് പന്തപ്പള്ളി, പുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ്, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് TK ശ്രീനിവാസൻ, പഞ്ചായത്ത് മെമ്പർ ഷാജി വാരപ്പെട്ടിയിൽ, വലക്കാവ് ക്ഷീരസംഘം പ്രസിഡന്റ് ശശികുമാർ, വാണിയമ്പാറ ക്ഷീരസംഘം പ്രസിഡന്റ് മാത്യു നയനാൻ, ഒല്ലൂക്കര ക്ഷീരവികസന ഓഫീസർ ജയലക്ഷ്മി K, ഡയറി ഫാം ഇൻസ്ട്രക്ടർമാരായ സ്മൃതി വാസുദേവൻ, ചെമ്പംകണ്ടം ക്ഷീരസംഘം പ്രസിഡന്റ് രതീഷ് ഭാസ്കർ, ചേരുംകുഴി ക്ഷീരസംഘം പ്രസിഡന്റ് ശശി വഴുക്കുംപാറ, ജോയ് വലക്കാവ്, ആനി ചെമ്പംകണ്ടം, സജീവൻ, അഡ്വക്കേറ്റ് ഡേവിസ് കണ്ണൂക്കാടൻ തുടങ്ങിയ ഭരണസമിതികൾ പങ്കെടുത്തു. 6 ദിവസം നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ സമാപനം ഒക്ടോബർ 5-ാം തീയതി ശനിയാഴ്ച റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യും. ക്ഷീര കർഷക സംഗമം, വനിതാ സംഗമം, ക്ഷീരസംഘം ജീവനക്കാരുടെ സംഗമം, മുൻ സംഘം പ്രസിഡന്റുമാരുടെ സംഗമം, മെഡിക്കൽ ക്യാമ്പ്, കുട്ടികൾക്കുള്ള ചിത്രരചനാ മത്സരങ്ങൾ തുടങ്ങിയ വ്യത്യസ്തങ്ങളായ പരിപാടികൾ 6 ദിവസം നടക്കും. പുഷ്പക ബ്രാഹ്മണ സേവാ സംഘം 56ാം ദേശീയ സമ്മേളനം സെപ്റ്റംബർ 20, 21, 22 തീയതികളിൽ തൃശൂരിൽ നടത്തും. ജീവിതശൈലിയിൽ ശ്രേഷ്ഠ സംസ്കാരം അനുവർത്തിച്ചു വരുന്ന കേരളത്തിലെ വിവിധ ബ്രാഹ്മണ വിഭാഗങ്ങളുടെ കൂട്ടായ്മയാണ് ശ്രീ പുഷ്പക ബ്രാഹ്മണ സേവാ സംഘം. സമ്മേളനം 20 രാവിലെ 10 മണിക്ക് റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യും. പ്രതിനിധി സമ്മേളനം, വനിതാ സമ്മേളനം, ക്ഷേത്രം ദേവസ്വം സമ്മേളനം, യുവവേദി, സാംസ്കാരിക വ്യവസായ സമ്മേളനങ്ങൾ എന്നിവയുണ്ടാകും.
വാർത്താ സമ്മേളനത്തിൽ PR രാമചന്ദ്രൻ, TP വിജയൻ, VN അനിൽ, KR ഹരിനാരായണൻ എന്നിവർ പങ്കെടുത്തു. ദേശീയ മനുഷ്യാവകാശ സമിതിയുടെ ഈ വർഷത്തെ അംഗത്വ പ്രചരണത്തിന്റെ ഉദ്ഘാടനവും മനുഷ്യാവകാശ ബോധവൽക്കരണ പ്രഭാഷണവും ചർച്ചയും അംഗത്വ വിതരണവും 22-ന് രാവിലെ 11-ന് രാജപാളയത്തെ ശ്രീരംഗപാളയത്തുള്ള MS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ ആൻഡ് സേഫ്റ്റി PKK കോംപ്ലക്സിൽ വെച്ച് നടത്തും. സംഘടനയുടെ തമിഴ്നാട് സംസ്ഥാന കമ്മിറ്റിക്ക് രൂപം കൊടുക്കും. വാർത്താ സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി K നന്ദകുമാർ, ദേശീയ ചെയർമാൻ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ, ട്രഷറർ ഉമാ രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടവേള. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. മെഡിപ്ലസ്, ഓർത്തോ, ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി, വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി, മൂക്ക്, തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ, ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. സജി ഫാബ്രിക്സ്, മൂർക്കനിക്കര. വസ്ത്രലോകം നിങ്ങളുടെ മനസ്സിനൊപ്പം. നിങ്ങളുടെ പരിപൂർണ സംതൃപ്തിക്കായി എല്ലാത്തരം വസ്ത്രങ്ങളുടെയും കൂടുതൽ കളക്ഷൻ. പുത്തൻ ട്രെൻഡുകളുമായി ഓണക്കാലം വരവേൽക്കാൻ സജി ഫാബ്രിക്സ് ഒരുങ്ങിക്കഴിഞ്ഞു. കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രത്യേക വിഭാഗങ്ങൾ. ബോയ്സിനായി മെൻസ് ക്ലബ്. സജി ഫാബ്രിക്സ്, മൂർക്കനിക്കര. ദ കംപ്ലീറ്റ് ഡ്രസ് വേൾഡ്. ഫോൺ 7306743585. വാർത്തകൾ തുടരുന്നു. അമല ഡേ കെയർ ഓങ്കോളജി സെന്റർ സെപ്റ്റംബർ 20-ന് 4:30-ന് മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഡയറക്ടർ ഫാദർ ജൂലിയസ് അറക്കൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ദേവമാതാ പ്രൊവിൻഷ്യൽ ഫാദർ ഡോക്ടർ ജോസ് നന്ദിക്കര അധ്യക്ഷത വഹിച്ചു. കീമോതെറാപ്പി നൽകേണ്ട രോഗികൾക്ക് അഡ്മിഷൻ ആവശ്യമില്ലാതെ ചികിത്സ നൽകും. കീമോതെറാപ്പി ചികിത്സയിൽ പ്രാവീണ്യമുള്ള ഡോക്ടർമാരുടെയും നഴ്സിന്റെയും സപ്പോർട്ടിംഗ് സ്റ്റാഫിന്റെയും സേവനം ലഭ്യമാണ്. വാർത്താ സമ്മേളനത്തിൽ ഫാദർ ഡെൽജോ പുത്തൂർ, ഡോക്ടർ P ഉണ്ണികൃഷ്ണൻ, ബോർജിയോ ലൂയിസ്, PRO ജോസഫ് വർഗീസ് എന്നിവർ പങ്കെടുത്തു. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 28-ന് കോങ്ങാട് KPRP ഹയർ സെക്കൻഡറി സ്കൂളിൽ തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ളവർ സെപ്റ്റംബർ 24-ന് മുൻപായി പാലക്കാട് എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 0491250545.
തൃശൂർ രാഗമാലിക സംഗീത ഗ്രൂപ്പിന്റെ ഗുരുദേവ ഗാന ആൽബം വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു. സെപ്റ്റംബർ 22 ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ മുഖ്യാതിഥിയായ ചടങ്ങിൽ ഡോക്ടർ AC ജോസ് അധ്യക്ഷനാകും. മനോജ് തച്ചാപ്പുള്ളി, PD പൗലോസ്, MK ജയപ്രകാശ്, സൈമൺ പുളിക്കൻ എന്നിവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ AC ജോസ്, MK ജയപ്രകാശ്, PD പൗലോസ്, ഇന്ദിര ഗോപാലകൃഷ്ണൻ, സൈമൺ പുളിക്കൻ എന്നിവർ പങ്കെടുത്തു. ജില്ലാ കളക്ടറുടെ അതിഥികളായി ഹരിതകർമ്മ സേനാംഗങ്ങൾ തൃശൂർ ജില്ലാ കളക്ടറേറ്റിലെത്തി. വിവിധ മേഖലയിലുള്ളവരുമായി സംവദിക്കുന്നതിനും പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിനും കളക്ടർ നടത്തുന്ന മുഖാമുഖത്തിലാണ് ചാവക്കാട് മുനിസിപ്പാലിറ്റിയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ എത്തിയത്. സമൂഹം നേരിടുന്ന മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിന് പങ്കുവഹിക്കുന്ന ശുചിത്വ പോരാളികളെ അഭിനന്ദിക്കുന്നതായും 2025 മാർച്ച് 30 മാലിന്യമുക്ത നവകേരള പ്രഖ്യാപനം നടത്തുന്നതിന് മുന്നോടിയായി ജില്ലയെ സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കുന്നതിനായി പ്രവർത്തിക്കുന്നതിനായി ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നതായും കളക്ടർ പറഞ്ഞു. തീരദേശ മേഖലയിലുള്ളവർ നേരിടുന്ന പ്രശ്നങ്ങൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ അവതരിപ്പിച്ചു. വാർഷികാഘോഷത്തിന് കളക്ടറെ ക്ഷണിച്ചും KK സുമതിയുടെ പാട്ടോടും കൂടിയാണ് 1 മണിക്കൂറോളം നീണ്ട സംവാദം അവസാനിപ്പിച്ചത്. ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടത്തിയ മുഖാമുഖത്തിൽ തൃശൂർ ജില്ലയിലെ മികച്ച ഹരിതകർമ്മ സേനയ്ക്കുള്ള ഗ്ലോബൽ എക്സ്പോ കേരള 2023 പുരസ്കാരം നേടിയ ചാവക്കാട് ഹരിതകർമ്മ സേനയിലെ 28 അംഗങ്ങൾ പങ്കെടുത്തു. കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോജക്ടിലെ സോഷ്യൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എക്സ്പെർട്ട് സുബിത മേനോൻ, ഹരിതകർമ്മ സേന അക്കൗണ്ടന്റ് കം കോർഡിനേറ്റർ TU തസ്ലിമ എന്നിവരും സംബന്ധിച്ചു. തൃശൂർ ആർട്ട് സൊസൈറ്റിയുടെ അഖില കേരള പ്രൊഫഷണൽ നാടക മത്സരം സെപ്റ്റംബർ 21 മുതൽ ഒക്ടോബർ 1 വരെ തൃശൂർ ടൗൺ ഹാളിൽ നടത്തും. ദിവസവും 6:30 നാടകം ആരംഭിക്കും. ഗാലപ്പോൾ വഴി കാണികൾ തെരഞ്ഞെടുക്കുന്ന നാടകത്തിനും നടീനടന്മാർക്കും സമ്മാനങ്ങൾ നൽകും. കേരളത്തിലെ 10 പ്രശസ്ത പ്രൊഫഷണൽ നാടക സമിതികൾ ഏറ്റവും പുതിയ 10 നാടകങ്ങൾ അവതരിപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ ജോസ് ആലുക്ക, ഡോക്ടർ AC ജോസ്, ഷാജി ചിരിയങ്കണ്ടത്ത്, OJ ജോസ്, ഗിരീഷ് കുമാർ, ജോസ് കോട്ടപ്പറമ്പിൽ എന്നിവർ പങ്കെടുത്തു. കോരംകുളം NSS കരയോഗം സെപ്റ്റംബർ 17 ചൊവ്വാഴ്ച രാവിലെ 9:30 മുതൽ 12:30 വരെ. കരയോഗത്തിലെ കുടുംബാംഗങ്ങൾ പാട്ട്, ഗ്രൂപ്പ് ഡാൻസ്, സിംഗിൾ ഡാൻസ്, കവിതാ പാരായണം, തിരുവാതിരക്കളി തുടങ്ങി വിവിധ പരിപാടികൾ അവതരിപ്പിച്ച് ഓണാഘോഷത്തിന്റെ ചരിത്രത്തെക്കുറിച്ചും ഐതിഹ്യത്തെക്കുറിച്ചും പ്രശ്നോത്തരി സംഘടിപ്പിക്കുകയും ചെയ്തു. പങ്കെടുത്തവർക്കെല്ലാം ചായ സൽക്കാരവും പാലട പ്രഥമനും നൽകി. അത്തം 10 ദിവസം മാത്രം ഓണത്തിന്റെ സന്തോഷമുണ്ടായാൽ വീട് എല്ലാ ദിവസവും ഓണമാക്കാൻ സാധിക്കട്ടെ എന്ന് കരയോഗം പ്രസിഡന്റ് ആശംസിച്ചു. മറ്റൊരിടവേള കൂടി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജുവല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ.
ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487237485. മൊബൈൽ 9061858682. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പൊന്നിന്നൂലിൽ ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി. ഓരോ നാടും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. വാർത്തകളിലേക്ക് വീണ്ടും. കേന്ദ്ര സർക്കാരിന്റെ വഖഫ് നിയമ ഭേദഗതി ബില്ലിനെതിരെ നാഷണൽ ലീഗ് ജില്ലാ കമ്മിറ്റി 20-ന് 4 മണിക്ക് കോർപ്പറേഷൻ പരിസരത്ത് പ്രതിഷേധ സംഗമം നടത്തും. ജില്ലാ സംസ്ഥാന ഭാരവാഹികൾ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ സയ്യിദ് ഷബീൽ ആയദ്രൂസി തങ്ങൾ, ഷാജി പന്തളം, ഷറഫുദ്ദീൻ എടക്കഴിയൂർ, നസറുദ്ദീൻ മജീദ്, ജെയിംസ് കാഞ്ഞിരത്തിങ്കൽ എന്നിവരും പങ്കെടുത്തു. സ്ത്രീ കരുത്തിന്റെ കനൽ കാറ്റായി ഗംഗ നിറഞ്ഞ സദസ്സിൽ അവതരണം. പുണ്യനദിയായ ദേവസങ്കല്പ ഗംഗ മനുഷ്യ സ്ത്രീയായിരുന്നെങ്കിൽ ക്ഷമയുടെ, സഹനത്തിന്റെ മാതൃഭാവവും പ്രണയത്തിന്റെ കാമുകീഭാവവും ദൈവീകതയുടെ ഭക്തിയും വിരഹവേദന അനുഭവിക്കുമ്പോഴും മറ്റുള്ളവർക്ക് മോക്ഷത്തിനായി സമർപ്പിതയായി ഒഴുകുന്ന ഗംഗ. സ്ത്രീ കരുത്തിന്റെ കനലായി സാംസ്കാരിക നഗരിയുടെ ഓണനാളിന്റെ ആഘോഷങ്ങളെ സമ്പന്നമാക്കി ഗംഗ അരങ്ങിലെത്തി. അന്താരാഷ്ട്ര രംഗത്തെ യുവനർത്തകി മെറീന ആന്റണിയാണ് ഗംഗ എന്ന നൃത്തരൂപം അരങ്ങിലെത്തിച്ചത്. ചൊവ്വാഴ്ച തൃശൂർ സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിലായിരുന്നു ഗംഗയുടെ അവതരണം. മെറീന ആന്റണിയുടെ കേരളത്തിലെ ഇടവേളയ്ക്ക് ശേഷമുള്ള വേദി കൂടിയായിരുന്നു തൃശൂരിലെ ഗംഗയുടെ വേദി. ഭരതനാട്യത്തിൽ വ്യവസ്ഥാപിത ചുവടുകൾക്കും ഭാവങ്ങൾക്കും മുദ്രകൾക്കും ലളിതമായ രംഗഭാഷ്യമൊരുക്കിയായിരുന്നു ഗംഗയുടെ അവതരണ രീതി. നാട്യശാസ്ത്ര രീതികൾ പരിചിതമല്ലാത്ത സാധാരണക്കാർക്ക് പോലും ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ലളിതഭാഷ്യം ക്ലാസിക്കൽ നൃത്ത രംഗത്ത് ഇതാദ്യമാണ്. സ്വർഗപുത്രികളായാലും ദേവാംഗനകൾ പ്രണയത്തിന്റെ കാര്യത്തിൽ മനുഷ്യ സ്ത്രീകളെ പോലെയാണെന്ന സങ്കല്പമാണ് ഗംഗയെന്ന 45 മിനിറ്റ് ദൈർഘ്യമുള്ള നൃത്തരൂപത്തിനാധാരം. പ്രമുഖ നൃത്തകലാകാരൻ RLV ആനന്ദ് ചിട്ടപ്പെടുത്തി നൃത്ത സംവിധാനം ചെയ്ത ഗംഗയ്ക്ക് രാജീവ് ആലുങ്കലിന്റെ വരികൾക്ക് ഗുരുവായൂർ ഭാഗ്യലക്ഷ്മിയുടെ സംഗീതവും ആലാപനവും. മുരളി തയ്യലാണ് വെളിച്ചവും അരങ്ങുമൊരുക്കിയത്. മറീന ആന്റണിയെ ഗംഗയാക്കിയ വസ്ത്രാലങ്കാരം സുന്ദർ മഹാളും മേക്കപ്പ് രാധു ലഷേഫും നിർവഹിച്ചു. വിദേശ രാജ്യങ്ങളിലെ തിരക്കേറിയ നൃത്ത കലാകാരിയായ മറീന ആന്റണി ഇടവേളയ്ക്ക് ശേഷമാണ് കേരളത്തിലെ അരങ്ങിലെത്തുന്നത്. US-ലെ സാംസ്കാരിക വേദിയായ മിത്രാസ് ആർട്സ് ആണ് തൃശൂരിലെ ഗംഗയുടെ അവതരണത്തിന് വേദിയൊരുക്കിയത്. പ്രശസ്ത നൃത്തഗുരു RLV ആനന്ദിന്റെയും അന്തരിച്ച രവി മാസ്റ്ററുടെയും നാടോടി നൃത്തരൂപങ്ങളുടെ ശിഷ്യയാണ്. 5-ാം വയസ്സിൽ തുടങ്ങിയ നൃത്ത പഠനം നിരവധി അവാർഡുകളും അംഗീകാരങ്ങളും നേടിയിട്ടുണ്ട്. ഗുരുവായൂർ ഏകാദശി നൃത്ത സംഗീതോത്സവം, ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ബാംഗ്ലൂർ, മിത്രാസ് ഫെസ്റ്റിവൽ ന്യൂജേഴ്സി, കോഴിക്കോട് സാമൂതിരി ഫെസ്റ്റിവൽ, വേൾഡ് മലയാളി ഗ്ലോബൽ കോൺഫറൻസ് തുടങ്ങി ഇന്ത്യയിലും വിദേശത്തുമുള്ള
നിരവധി നൃത്തോത്സവങ്ങളിൽ മെറീന സ്ഥിരം അവതാരകയാണ്. എഞ്ചിനീയറാണ് മെറീന ആന്റണി. പത്മ സുബ്രഹ്മണ്യം ഭരതനാട്യത്തിലും ഗുരു വൈജയന്തി കാശി കുച്ചിപ്പുടിയിലും അഭ്യസിച്ചു. ശാസ്ത്രീയ നൃത്തങ്ങൾക്കായുള്ള ഇന്ത്യയിലെ പ്രശസ്ത സർവകലാശാലകളിലൊന്നായ സിലിക്കൺ ആന്ധ്ര സർവകലാശാലയിൽ കുച്ചിപ്പുടിയിൽ മാസ്റ്റേഴ്സ് പഠിക്കുകയാണ് മെറീന. പ്രധാന വാർത്തകൾ വീണ്ടും. ഒല്ലൂരിൽ കോൺഗ്രസ് പ്രവർത്തകർ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. വയനാട് ദുരിതാശ്വാസ ഫണ്ട് കേന്ദ്ര സംസ്ഥാന നടപടികൾക്കെതിരെ കോൺഗ്രസ് പാണഞ്ചേരി മണ്ഡലം കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു. വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് കർഷക ജനതയെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തുന്ന പാർലമെന്റ് മാർച്ചിന് കേരള കർഷക സംഘം ജില്ലാ കമ്മിറ്റി പട്ടിക്കാട് സെന്ററിൽ സ്വീകരണം നൽകി. അമല ഡേ കെയർ ഓങ്കോളജി സെന്റർ സെപ്റ്റംബർ 20-ന് മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Pattikat Center, Thrissur.